നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിവിടെ ഇന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ തിരിച്ചു T20 വേൾഡ് കപ്പിൽ ഇടം പിടിച്ചു. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറാകും. അതുപോലെ ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പറായി. രണ്ടുപേരും വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ ടീമിൽ വന്നത് വളരെയധികം നല്ല കാര്യമാണ്. ശുഭ്മാൻ ഗില്ലിനെ കുറച്ച് മുൻപ് തന്നെ ടീമിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. ഗൗതം ഗംഭീർ ആണ് ആളിങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ ശുഭ്മാൻ ഗിൽ നല്ല പ്ലെയർ ആണ്. ശുഭ്മാൻ ഗിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ പ്ലെയർ ആണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പൊ കറന്റ്ലി ശുഭ്മാൻ ഗിൽ ഫോം ഔട്ടാണ്. ഫോം ഔട്ട് ആവുമ്പോൾ ഫോം തിരിച്ച് ഫോമിലേക്ക് വന്ന് വീണ്ടും ടീമിൽ കയറാം. പക്ഷെ ഇവിടെ ഫോം ഔട്ട് ആയിട്ടും ഈ ഗൗതം ഗംഭീർ സ്റ്റിൽ ടീമിൽ കളിപ്പിക്കുകയാണ്. അത് ഓപ്പണിംഗ് ആയിട്ട് ശുഭ്മാൻ ഗില്ലിന്റെ ഓപ്പണിംഗിലുള്ള പരാജയം ടീമിനെ ബാധിക്കുകയാണ്. അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ ഗൗതം ഗംഭീറിന് സാധിക്കുമായിരുന്നു. പക്ഷെ ഗൗതം ഗംഭീർ അത് തന്നെ തുടർന്നു ഇങ്ങനെ അത് തന്നെ ഒരു കളി തോറ്റാൽ, രണ്ട് കളി തോറ്റാൽ, മൂന്ന് കളി തോറ്റാൽ, ടെസ്റ്റിലും ഇതുപോലെ ഉണ്ടായി. ഇതിങ്ങനെ തുടരെ ഇത് വന്നിട്ടും അതിൽ മാറ്റുന്നില്ല. ഗൗതം ഗംഭീർ അതിന് ഒരു ഒരു ചേഞ്ച് മൈൻഡ് ചെയ്യുന്നില്ല. അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ആൾക്കാർ ശുഭ്മാൻ ഗില്ലിനോടുള്ള ഒരു കോൺഫിഡന്റ് കൊണ്ടായിരിക്കാം അങ്ങനെ കളിപ്പിക്കുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പൊ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മ ആയിരുന്നെങ്കിൽ മേ ബി അവരിപ്പോ റിട്ടയർഡ് ചെയ്യേണ്ട സമയമായിരുന്നു. അത് ഈ ഗൗതം ഗംഭീറിന് കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. രണ്ട് മൂന്ന് കളിയിൽ അതുപോലെ ഇത് സ്ഥിരമായി ആവർത്തിക്കുകയാണെങ്കിൽ അത് മാറ്റണം. അത് ശുഭ്മാൻ ഗിൽ ആയാലും എത്ര വലിയ പ്ലെയർ ആയാലും ഒരു ചേഞ്ചസ് വരുത്തണം ടീമില്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അത് പുറത്താക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശുഭ്മാൻ ഗില്ലിനെ അങ്ങോട്ട് പുറത്താക്കിയിട്ട് ഇവനെ നമ്മുടെ സഞ്ജു സാംസനെ കൊണ്ടുവരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇവിടെ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി ടീമിൽ നിന്ന്, എന്നിട്ട് തിരിച്ച് സഞ്ജു സാംസനെ കൊണ്ടുവന്നു. സഞ്ജു സാംസനും അതുപോലെ ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പറായി കൊണ്ടുവന്നു. അത് എന്നിരുന്നാലും സഞ്ജു സാംസന് തുടക്കം ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു 5-6 കളി ഇഷാൻ കിഷനെ കൊണ്ടുവന്ന് ബാക്കിയുള്ള കളികളിൽ സഞ്ജു സാംസനെ കൊണ്ടുവരാനായിരിക്കും പ്ലാൻ. ബിക്കോസ് സഞ്ജു സാംസൺ ഫസ്റ്റ് ശുഭ്മാൻ ഗില്ലിനേക്കാളും കുറച്ചും കൂടി എക്സ്പീരിയൻസും അതുപോലെ കുറച്ചുകൂടിയും അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസന്റെ ആ അവസാനത്തെ കളി 37 റൺസ്, ആ കളി അതും ഇന്റർനാഷണൽ ഫാസ്റ്റ് ബോളറിനെ ആയിട്ടുള്ള ഒരു അടി. ആ സ്ട്രൈറ്റ് ഡ്രൈവും കവർ ഷോട്ടും ഒക്കെ ക്ലാസിക് ആയിരുന്നു. അതിലൊന്നും യാതൊരു സംശയമില്ല. അത് ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫാസ്റ്റ് ബൗളറിനെതിരെ ഇതുപോലെ ഇത്രയും നല്ലൊരു ക്ലവർ ഷോട്ട് കളിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഈ ഗൗതം ഗംഭീറിനും അതുപോലെയുള്ള ആൾക്കാർക്കുമുള്ള ഒരു ശക്തമായ ഒരു സൂചനയാണത്. അത് സഞ്ജു സാംസൺ ആ ഒരു കളി അങ്ങനെ കളിച്ചത് സഞ്ജു സാംസന്റെ ഈ T20 വരാനുള്ള ഒരു വലിയൊരു ഒരു ടേണിംഗ് ആയി അത് ഈ ഒരു ഗെയിം. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഇനി സഞ്ജു സാംസൺ ഇതുപോലുള്ള ചാൻസുകൾ പാഴൊക്കെ മിസ്യൂസ് ചെയ്യാതെ അത് ശരിക്കും കളിക്കണം. സഞ്ജു സാംസന് ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സഞ്ജു സാംസന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു കളിയിൽ ഫോം ആയാൽ പിന്നെയുള്ള 2-3 കളിയിൽ ഡക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കളി കളിക്കുക. അതാണ് സഞ്ജു സാംസന്റെ ഒരു വലിയൊരു പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഇതുപോലെ സഞ്ജു സാംസൺ
ജയിപ്പിക്കേണ്ട സമയത്ത് നല്ലൊരു ചാൻസ് കിട്ടി, പക്ഷെ കളി ജയിപ്പിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ ഔട്ടായി പോയി. അപ്പൊ അങ്ങനെയുള്ള ചാൻസുകൾ ശരിക്കും നോട്ട് ചെയ്യും. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സുകൾ ഇപ്പോഴും ചാൻസ് കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോ അവസരങ്ങൾ ശരിക്കും മുതലാക്കിയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ കളിക്കാൻ ടീമിലേക്ക് വരാൻ പറ്റുള്ളൂ. അത് ഇപ്പൊ വിരാട് കോഹ്ലി ആയാലും രണ്ടു മൂന്ന് കളിയിൽ ഫോം ഔട്ട് ആയപ്പോൾ തന്നെ രഞ്ജി കളിക്കാൻ പറഞ്ഞു, അതുപോലെ ആഭ്യന്തര കളികളിൽ കളിക്കാൻ പറഞ്ഞു. അതാണ് പറയുന്നത്. എത്ര വലിയ കളിക്കാരനായാലും എത്ര എക്സ്പീരിയൻസ് പ്ലെയർ ആയാലും നമുക്ക് അവരവർക്ക് കിട്ടുന്ന ചാൻസുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ജയിക്കാൻ പറ്റുന്ന കളികളിൽ പെട്ടെന്ന് വന്നിട്ട് ഔട്ടായി പോകുമ്പോൾ അതൊരു ക്ഷീണമാണ്. അത് അങ്ങനെ ഇപ്പോ ഒരു 10 റൺസ് ജയിക്കാനുള്ളപ്പോൾ സഞ്ജു സാംസൺ അന്ന് ഒരു കളി പാകിസ്ഥാനുമായിട്ടുള്ള കളിയിൽ ഈസി ആയിട്ട് ആ കളി സഞ്ജു സാംസൺ ജയിപ്പിക്കാമായിരുന്നു. ഈ സഞ്ജു സാംസനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റാതെ 2-3-4 ബോള് മിസ് ചെയ്തു. അങ്ങനെ പിന്നെയുള്ള ബോൾഡ് ആവാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ ശരിക്കും നോട്ട് ചെയ്യും. അപ്പൊ സമ്മർദ്ദങ്ങളിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുകയില്ല എന്ന് ടീം സെലക്ഷനോ അതുപോലെ കോച്ചിനോ തോന്നുകയാണെങ്കിൽ അവരത് നോട്ട് ചെയ്യും. അതാണ് എന്റെ ഒരു വിഷനിൽ ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചാൻസുകൾ പാഴാക്കാതെ നന്നായി സഞ്ജു സാംസൺ കളിച്ച് ഇന്ത്യൻ ടീമിൽ വരട്ടെ. ഈ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യ വീണ്ടും കപ്പ് എടുക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാത്ത 2020 വേൾഡ് കപ്പാണിത്. കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യ കപ്പ് എടുത്തിരുന്നു. അത് നല്ലൊരു കളിയായിരുന്നു. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഫൈനലിൽ സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ക്യാച്ചും അതുപോലെ ഹാർദിക് പാണ്ഡ്യയുടെ അവസാനത്തെ ഓവറിലെ ആ ഒരു ഓവറും ആണ് ഇന്ത്യൻ ടീം 2020 കപ്പ് എടുപ്പിച്ചത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ തുടർച്ചയായിട്ടുള്ള ഫോമിങ് ഷോട്ടുകളും ഹിറ്റ്മാൻ ആയിട്ടുള്ള ആ പേരിനെ തന്നെ പ്രകടമാക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളായിരുന്നു രോഹിത് ശർമ്മ ചെയ്തിട്ടുള്ളത്. അതുപോലെ വിരാട് കോഹ്ലി ആയാലും ഓഫ്കോഴ്സ് വിരാട് കോഹ്ലി ആയാലും ശരിക്കും അത് തന്നെ ഫോളോ അപ്പ് നല്ല ആ ഫോം. വിരാട് കോഹ്ലി ഇപ്പോഴും വിരാട് കോഹ്ലി 2020 കളിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് 50-60 ഷുവറാണ്. ആ ഒരു റേഞ്ച് എപ്പോഴും ആൾക്ക് കളിക്കാൻ പറ്റും. റൺ മെഷീൻ. അപ്പോ അത് നമുക്ക് അവരെ എന്തായാലും 2020 നിന്ന് റിട്ടയർഡായി. ഇനി അതുപോലെയുള്ള പ്ലേയേഴ്സുകൾ വരട്ടെ. അതുപോലെയുള്ള പ്ലേയേഴ്സുകൾ ഇപ്പോ ഭാവി പ്ലെയറായി കാണുന്ന ഒരു 16 വയസ്സായ ഒരു പ്ലെയർ വൈഭവ് സൂര്യവംശി നല്ല പ്ലെയറാണ്. നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 16 വയസ്സിൽ തന്നെ സെഞ്ചുറി അടിച്ച് ടീമിനെ തന്നെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഒരു 20 വയസ്സാകുമ്പോഴേക്കും വിരാട് കോഹ്ലിനേക്കാൾ ഒരുപടി മുകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കളിക്കുവാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ. നമ്മുടെ കളിക്കാരുടെ മെന്റൽ ഫിറ്റ്നസ്സും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരാ. ഇവൻ ക്രിക്കറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോ ഈ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ നിന്ന് ടീമിനെ ജയിപ്പിക്കുക എന്നുള്ള ഒരു സ്കില്ലാണ്. ധോണിക്ക് ആ സ്കില്ലുണ്ട്, അതുപോലെ വിരാട് കോഹ്ലിക്കും ആ ഒരു സ്കില്ലുണ്ട്. പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർക്കൊന്നും ആ ഒരു സ്കില്ല് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം 90-100-ൽ സച്ചിൻ 13-14 പ്രാവശ്യമാണ് ഔട്ടായിട്ടുള്ളത്. 99-ലോ അതുപോലെ 95-ലോ സമ്മർദ്ദം അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിൽ അത് മെന്റൽ ഫിറ്റ്നസ് ആണത്. ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരാ, മെന്റൽ ഫിറ്റ്നസും കൂടി സ്ട്രോങ് ആയാൽ മാത്രമേ നല്ലൊരു പ്ലെയർ ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. താങ്ക് യു.